മണ്ണാർക്കാട് നബീസ വധക്കേസിൽ 2 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. മണ്ണാർക്കാട് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2016 കേസിനാസ്പദമായ സംഭവം. തോട്ടറ സ്വദേശി നബീസയുടെ മൃതദേഹം ആര്യമ്പാവ് ഒറ്റപ്പാലം റോഡിൽ നായാടിപ്പാറയ്ക്ക് സമീപം റോഡരികിൽ കണ്ടെത്തുന്നത് 22-ാം തീയതി രാത്രി ചീരക്കറിയിൽ ചിതലിനുള്ള മരുന്ന് ചേർത്ത് നബീസയ്ക്ക് കഴിക്കാൻ നൽകി. ഇതു കഴിച്ചെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് മനസ്സിലാക്കിയതോടെ രാത്രി ബലം പ്രയോഗിച്ച് നബീസയുടെ വായിലേക്ക് വിഷമൊഴിക്കുകയായിരുന്നു. മരിച്ചെന്ന് മനസ്സിലാക്കിയ ശേഷം മൃതദേഹം 1 ദിവസം വീട്ടിൽ സൂക്ഷിച്ചു. തുടർന്ന് 24-ന് രാത്രിയോടെ പ്രതികൾ തയ്യാറാക്കിയ ആത്മഹത്യാ കുറിപ്പ് സഹിതം മൃതദേഹം റോഡിൽ ഉപേക്ഷിക്കുകയായിരുന്നു. കൊലപാതകത്തിന് 4 ദിവസം മുമ്പ് നബീസയെ ബഷീർ നമ്പ്യാൻകുന്നിലുള്ള തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തി. എഴുത്തും വായനയും അറിയാത്ത നബീസയുടെ സഞ്ചിയിൽ നിന്നും കണ്ടെടുത്ത കത്താണ് അന്വേഷണത്തിന് വഴിത്തിരിവായത്. നേരത്തെ മറ്റൊരു കേസിൽ പ്രതിയായ ഫസീലയ്ക്ക് വീട്ടിലേക്ക് വരാൻ നബീസ തടസ്സമായതാണ് കൊലപാതകത്തിന് കാരണം. ഞങ്ങൾക്കിപ്പോൾ ഈ എൻ്റെ വെല്ലുമാൻ്റെ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിലിപ്പോൾ വിധി വന്ന് അതിൽ ഞങ്ങൾ സന്തോഷവതിയാണ്. ഞാൻ എൻ്റെ ഫാമിലി അങ്ങനെ തന്നെയാണ്. സാഹചര്യ തെളിവുകൾ മാത്രം നിരത്തിക്കൊണ്ടാണ് ഈ കേസ് മുന്നോട്ട് പോയത്. ഇതിൽ കണ്ട ദൃക്സാക്ഷികൾ ആരുമില്ല. ഇതിൽ നമുക്ക് പ്രധാനപ്പെട്ടതായി പറയാനുള്ളത്, മനുഷ്യർ ചിലപ്പോൾ നുണ പറഞ്ഞേക്കാം, പക്ഷേ ശാസ്ത്രം നുണ പറയില്ല. സയൻസ് വിൽ നെവർ സ്പീക്ക് ലൈ എന്നാണ്. ഇതിൽ പ്രധാനമായും പ്രോസിക്യൂഷനെ സഹായിച്ചത് ശാസ്ത്രീയ തെളിവുകളാണ്. ശാസ്ത്രീയ തെളിവുകൾ എന്ന് പറഞ്ഞാൽ ഈ കൃത്യം നടന്ന സംഭവ സ്ഥലത്തു നിന്ന് ലഭിച്ച നബീസ എന്ന മരണപ്പെട്ട സ്ത്രീയുടെ തലമുടിയും പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് ഡോക്ടർ ശേഖരിച്ച മുടിയും സിമിലറാണ് എന്ന് ഫോറൻസിക് എക്സാമിനേഷനിൽ വന്നു. അതുപോലെ തന്നെ ഈ മരിച്ച നബീസയുടെ വയറ്റിലുണ്ടായിരുന്ന പോയ്സണും അതുപോലെ ഈ മറ്റേ അഡ്മിനിസ്റ്റർ ചെയ്ത പോയ്സണും ഒരേ പോയ്സണാണ് എന്നുള്ളതും കണ്ടെത്തി. പിന്നെ ഇതിൽ ഒരു പ്രധാന വാദമുണ്ടായിരുന്നത് ഇത് ആത്മഹത്യയാണെന്നാണ്. ഈ ഒരു വ്യാജമായ ഒരു ആത്മഹത്യാക്കുറിപ്പ് പോലും ഈ പ്രതികൾ എഴുതി ചേർത്തിരുന്നു. എന്നാൽ ഡോക്ടർ എവിഡൻസ് പ്രകാരം ഒരിക്കലും അഡ്മിനിസ്ട്രേഷൻ ഓഫ് പോയ്സൺ അല്ലെങ്കിൽ സ്വയം വിഷം കുടിക്കുന്നതും മറ്റൊരാൾ വിഷം കൊടുക്കുന്നതും 2 വ്യത്യസ്ത രൂപത്തിലാണ് ആന്തരിക അവയവങ്ങളിൽ കാണുക. അതായത് സ്വയം പോയ്സൺ കഴിക്കുകയാണെങ്കിൽ അത് സ്റ്റൊമക്കിലേക്കാണ് എത്തിച്ചേരുക. ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇസഫാഗസിലേക്കും അതുപോലെ തന്നെ ശ്വാസകോശത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് സ്വയം വിഷം കഴിച്ചതല്ലെന്നും ഇതൊരു അഡ്മിനിസ്ട്രേഷൻ ഓഫ് പോയ്സൺ ആണെന്നും കോടതിക്ക് കാണാൻ കഴിഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.